അപ്പോൾ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ പരിക്കേറ്റവരുടെ അവസ്ഥയോ അവരെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. ഈ പരിക്കേറ്റവർക്ക് 1 രൂപ പോലും നൽകാൻ നിലവിലെ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്നുള്ളതാണ് സത്യം. ചികിത്സാ സഹായം നൽകാൻ വ്യവസ്ഥയുണ്ടെങ്കിലും അതുപോലും പലർക്ക് കൃത്യമായിട്ട് ലഭിക്കാറില്ല എന്നും പറയുന്നുണ്ട്. നഷ്ടപരിഹാരം നൽകാൻ പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ. വന്യജീവി ആക്രമണങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ചികിത്സാ സഹായം മാത്രമാണ് നിലവിൽ അനുവദിക്കുന്നത്. അതും അക്ഷയ കേന്ദ്രം വഴി ബില്ലുകളും അപേക്ഷയും സമർപ്പിച്ച് കാത്തിരിക്കുകയും വേണം. എല്ലാ ബില്ലുകളും സമർപ്പിച്ചാലും ചികിത്സാ ചെലവ് പോലും കിട്ടാറില്ലെന്നതാണ് മിക്കവരുടെയും അനുഭവം. 1 മാസം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വയനാട് കാട്ടിക്കുളം മണ്ണുണ്ടിയിലെ ചിന്നന് ഇതുവരെ ലഭിച്ചത് 15,000 രൂപ മാത്രമാണ്. അദ്ദേഹം ടാക്സി ഡ്രൈവറായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയെ കഴിഞ്ഞു വന്നു. 15,000 രൂപ വനംവകുപ്പ് ചികിത്സയ്ക്ക് നൽകിയിരുന്നു. ഇനിയും തുടർ ചികിത്സയ്ക്ക് ബില്ലുകൾ നൽകിയാൽ അത് റീഇംബേഴ്സ് ചെയ്യാം എന്ന് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് ഇനി ജോലിക്ക് പോകാതെ എങ്ങനെ അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. എന്താണ് സംഭവിച്ചതെന്ന്? അന്ന് 3:30 ആയി രാത്രിയിൽ. അപ്പോൾ ആന വന്നെന്നറിഞ്ഞു. പുറത്തിറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും അത് റോഡിൽ നിന്നിങ്ങോട്ട് എന്നെ കണ്ടതും പോകുന്നു. തട്ടിയിട്ടു. എത്ര ദിവസം കിടന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ? 15-16 ദിവസമാണ്. എന്താ പറ്റിയെന്നാ പറഞ്ഞത് ഡോക്ടർ? വരിയലിന് നല്ല പരിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാ ബാക്കി ചിലവൊക്കെ? ഇപ്പോൾ ഈ 15,000 റുപ്യ ആക്കി കിട്ടിയപ്പോൾ ബാക്കി എന്നാലും ഈ മരുന്ന് ബില്ലില്ലാത്ത കുറേ ചിലവുണ്ടാവുമല്ലോ, അതൊക്കെ എന്താ ചെയ്യാം? അറിയില്ല, കിട്ടുമെന്ന് അറിയില്ല. പുള്ളിക്കാരിക്ക് വർക്കുള്ളത് കൊണ്ട് തരാൻ ബുദ്ധിമുട്ടാണ്. വനഭൂമിയിലേക്ക് കയറിയിട്ടല്ല, വീട്ടിൽ നടന്ന ആനയുടെ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി പരിക്ക് പറ്റുകയും ചിന്നൻ എത്രയോ കാലം തുടർ ചികിത്സ ആവശ്യമായി വരികയും ജോലിക്കോ ഉപജീവനത്തിനോ മക്കളെ പോറ്റാനോ സാഹചര്യമില്ലാതെ വരികയും ചെയ്യുമ്പോൾ 15,000 രൂപ മാത്രം ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ പിരിച്ചു കൊടുത്ത പൈസയ്ക്ക് അപ്പുറത്തേക്ക് ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാത്തത് വളരെ ഗൗരവതരമായ ഒരു അവസ്ഥയാണ്. വയനാട് തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം നിരവധി പേരാണ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് ജീവിതം പ്രതിസന്ധിയിലായി കഴിയുന്നത്. വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ മാതൃകയിൽ സംവിധാനം വേണമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകാനാണ് നീക്കം. ഒറ്റ കാര്യം ഇതാണ്, MACT പോലെ വന്യമൃഗാക്രമണ ട്രിബ്യൂണൽ സ്ഥാപിച്ചുകൊണ്ട് ആ അപകടത്തിൻ്റെ അല്ലെ വന്യമൃഗാക്രമണത്തിൻ്റെ തീവ്രതയനുസരിച്ച് നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെൻറ് തയ്യാറാകണം. അല്ല എങ്കിൽ നീതി നിഷേധവും മനുഷ്യാവകാശ ലംഘനവും ആണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാന ദുരന്തമായി കണക്കാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനം നടപ്പാകുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വനം വകുപ്പ് വിശദീകരിക്കുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.